ഏത് ടീമിനെ ഫോളോ ചെയ്യുന്നത്? CSK or MI. ധോണി കളിച്ചാൽ ധോണി കപ്പെടുത്ത് കൊണ്ടുപോകും. അപ്പൊ പക്ഷേ ഇപ്പൊ നിൽക്കുന്നതിലും നല്ല ഫോമിൽ നിൽക്കുന്ന ടീംസ് RCB ഉണ്ട്, RR ഉണ്ട്. പക്ഷെ RCB കൊണ്ടുപോകൂല. RCB ഒരു കപ്പിൽ നിൽക്കുള്ളൂ എന്റെ ആഗ്രഹം. ഇപ്പൊ ചെന്നൈ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കില്ല, ലാസ്റ്റ് എങ്ങനെ ടീമാണ് ഇപ്പൊ രണ്ട് കളി തോറ്റു പോയിട്ടുണ്ട്. അപ്പം ക്യാപ്റ്റൻസി മാത്രം പറയാൻ പറ്റത്തില്ല. ബോളേഴ്സ് എല്ലാം ഇഞ്ചേർഡ് ആണ്, പിന്നെ റീപ്ലേസ്മെന്റ് ഇഞ്ചേർഡ് ആയി, ബോളിംഗ് കുറവാണ്. അത് 2-3 കളിയെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ. അതെ, ലോങ് ടൂർണമെന്റ് ആണ്. അതെ, അത് തിരിച്ചു വരാൻ പറ്റാവുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒന്നാമത് ചെന്നൈ ഫോം ഔട്ടായിട്ടുള്ള പ്ലെയേഴ്സിനെ എപ്പോൾ ചെന്നൈയിൽ വന്നാലും സാധാരണ രീതിക്ക് ഒരു ഫോം ആവുന്നതാണ്. അപ്പോൾ ഒരു ക്യാപ്റ്റനെ മാത്രം നമുക്ക് ഫുൾ ടൈം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ടീമിൻ്റെ കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഓരോ പ്ലെയർക്കെതിരെ ഇവർക്ക് സ്ട്രാറ്റജീസ് ഉണ്ടാവും. ടീം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണ രോഹിത്തിലും പിന്നെ ഡിക്കോക്ക് ഉണ്ട്, പിന്നെ പല സൂര്യകുമാർ ഉണ്ട്. പക്ഷേ ചിലർ എക്സ്പെക്ടേഷൻസിൽ നിൽക്കണം. ഹായ് ബ്രോ, ഹായ്. IPL ഫാനാണോ? യെസ്. ഏത് ടീമിനെ ഫോളോ ചെയ്യുന്നത്? CSK or MI. CSK MI ഉണ്ട്, രണ്ടിനും ഫാനാണ്. കട്ട ഫാനാണ്. അപ്പോൾ രണ്ട് മേജർ ടീംസിന്റെയും ഫാനാണ്. ഓക്കെ. പക്ഷേ ഈ കറണ്ട് ടേബിൾ പോയിന്റിൽ നോക്കുമ്പോൾ CSK ലാസ്റ്റ് ഉള്ളത്. പെർഫോമൻസും കുറച്ച് വീക്കാണ്, മാച്ചസ് എല്ലാം തോറ്റുകൊണ്ടിരിക്കുകയാണ്. MIയുടെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് വീക്കാണ്. ലൈക്ക് മാച്ച് ജയിച്ചിരുന്നു, പക്ഷേ 6th പൊസിഷനിലാണ് നിൽക്കുന്നത്. CSKക്ക് എന്താ ബെറ്റർ ആക്കാൻ പറ്റിയ പെർഫോമൻസിൽ ഒന്ന്? ഞാൻ പറയണേ, ധോണി ഉണ്ടായിരുന്നു, ഈ കളിയിൽ ധോണി ഇല്ല. ധോണിയുടെ മൈൻഡ് സെറ്റ് നല്ല അടിപൊളിയാണ്. പക്ഷെ ധോണിയുടെ കാപ്പി ഇപ്പോൾ എൻജോയ് ചെയ്യുക. അപ്പോൾ 2-3 കളി ധോണി കളിച്ചില്ല. ഇനി വരുന്ന IPL മാച്ച് ധോണിയുടെ ഒപ്പം ധോണി കളിക്കുന്ന എൻ്റെ ആഗ്രഹം. ധോണി കളിച്ചാൽ ധോണി കപ്പെടുത്ത് കൊണ്ടുപോകും. കാരണം എന്താ അറിയുമോ, കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടായി ധോണി I am come back. അപ്പോൾ ധോണി കപ്പെടുത്തൊക്കെ പോയിട്ടുണ്ടായി. ഓക്കെ. അപ്പോൾ തല തിരിച്ച് വന്നു കഴിഞ്ഞാൽ കപ്പ് കൊണ്ടുപോകാനുള്ള വരവാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം കറണ്ട് ബാറ്റിംഗ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഓർഡർ ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ്, പക്ഷെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ധോണിയില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ക്യാപ്റ്റൻസിക്കാണോ ഒരു പ്രശ്നം വരുന്നത്? ഇപ്പൊ ഗൈക്വാദിന്റെ ക്യാപ്റ്റൻസിക്കാണോ ഒരു കുഴപ്പം വരുന്നത്? ഇപ്പൊ ബോളേഴ്സിന്റെ കാര്യമാണെങ്കിലും ബോളേഴ്സ് കുഴപ്പമില്ല, ബാറ്റ്സ്മാനിലാണ് ഇപ്പൊ പ്രശ്നം വരുന്നത്. സഞ്ജു സാംസന്റെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ MIയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MIയിൽ ബുംറ ഉണ്ട്, ഇപ്പൊ ഹാർദിക് ഉണ്ട്, ഒരു ഓക്കെ. ബാറ്റ് ചെയ്യാനാണെങ്കിൽ രോഹിത് ശർമ്മ ഉണ്ട്. രോഹിത് ശർമ്മയുടെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബുംറയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഒരു ഓവറിൽ നല്ല ചോക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ബൗളർ മാത്രമേ ഉള്ളൂ നമ്മുടെ. വേറെ ആരൊക്കെയാണ് നമുക്ക് ബെറ്റർ പെർഫോമൻസ് ആയിട്ടുള്ളത് ഇപ്പൊ ബോളിംഗിലാണെന്നുണ്ടെങ്കിൽ? ഇപ്പൊ പാണ്ഡ്യനെ നമ്മൾ ഓൾറെഡി ഹാർദിക് പാണ്ഡ്യ കളിയിലുണ്ടായില്ല. അതിന്റെ പ്രശ്നം ചഹൽ. ഇപ്പോ ബാറ്റ്സ്മാൻ വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞില്ല ഈ വർഷം രോഹിത് ശർമ്മ മരെ കളിക്കണില്ല, എത്ര ഉള്ളൂ. അതാണ് രോഹിത് ശർമ്മയുടെ ഒരു ഫുട്ടിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് കളിക്കും. ഹാർദിക് പാണ്ഡ്യ പറഞ്ഞാൽ കളിക്കും. ക്യാപ്റ്റൻ ഒന്നില്ല. അതെ. ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പിനെ എടുക്കാനാണെങ്കിൽ രണ്ടുപേരും 5-5 കപ്പ് വീതം എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഇത്തവണ ഒരു കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് അവർക്ക്? MIക്ക് ആണെങ്കിലും CSK ആണെങ്കിലും രണ്ടിന്റെ ഫാനല്ലേ? ഞാൻ പറയണേ ചാൻസ് ഉണ്ട്. CSKയിൽ ധോണി വന്നൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡൽഹി കൊണ്ടുപോകും. ഡൽഹി കൊണ്ടുപോയി ഇത്തവണ? ഡൽഹി അല്ലെങ്കിൽ CSKയിൽ ചാൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ പക്ഷേ ഇപ്പൊ നിൽക്കുന്നതിലും നല്ല ഫോമിൽ നിൽക്കുന്ന ടീംസ് RCB ഉണ്ട്, RR ഉണ്ട്. പക്ഷെ RCB കൊണ്ടുപോകൂല. RCB ഒരു കപ്പിൽ നിൽക്കുള്ളൂ എന്റെ ആഗ്രഹം. അതാണ് ആഗ്രഹം. പിന്നെ ഡൽഹിക്കാണ് ഇത്തവണ ചാൻസ് കൂടുതൽ. ചാൻസ് ഡൽഹി അല്ലെങ്കിൽ CSK ധോണി വന്നാൽ. ധോണി വന്നില്ലെങ്കിൽ IPL ഫാനാണോ? IPL കാണുന്നുണ്ട്. ഏത് ടീമിനെ ഫോളോ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ രാജസ്ഥാന്റെ ഫാനാണ്. അപ്പൊ ഇപ്പൊ പോയിന്റ് ടേബിൾ രണ്ടാമത് രാജസ്ഥാൻ നിൽക്കുന്നു. നല്ല പെർഫോമൻസ് ഉണ്ട്. അതെ, ഇപ്പൊ നല്ല ബെറ്റർ, ഈ വർഷം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ബെറ്റർ ആയിട്ടുണ്ട്. അതെ. ഇപ്പോൾ രാജസ്ഥാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെയും സ്റ്റാർ പെർഫോമർ ആയിട്ട് കണ്ടിട്ടുള്ള സൂര്യവംശിയുടെ പെർഫോമൻസ് തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല സ്റ്റാർട്ടപ്പാണ് അവര്. സൂര്യവംശി ആണെങ്കിലും ജയ്സ്വാൾ ആണെങ്കിലും നല്ല സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും നല്ല ഒരു ഫെയർലെസ് കളിയാണ് കളിക്കുന്നത് രണ്ടുപേരും. അവർ ബാക്കി ഒരു മിഡിൽ ഓർഡർ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. അത് ഫിനിഷേഴ്സ് ഹെറ്റ്മേറുണ്ട്, അവരും നല്ല കളിക്കുന്ന ആൾക്കാരുണ്ട്. അതെ. ഈവൻ ബോളിംഗിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. അതെ, ലാസ്റ്റ് തുഷാർ പാണ്ഡ്യ ഒരു ബ്രില്യൻറ്റ്, അതിന് മുമ്പ് ആർച്ചർ 10ാമത്തെ ഓവർ ബ്രില്യൻ്റ് ആയി എറിഞ്ഞ് നിർത്തി തുഷാർ പാണ്ഡ്യ ഡിഫെൻഡ് ചെയ്താറുണ്ട്. അതൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയി പ്രാവശ്യം. അത് ആക്ച്വലി നമ്മൾ മുന്നേ വിചാരിച്ചിരുന്നത് സഞ്ജുവിന്റെ ഒരു ക്യാപ്റ്റൻസിയുടെ കൂടെ ബലം ഉണ്ടായിരുന്നു, അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അതില്ലെങ്കിൽ പോലും അവര് സെൽഫായിട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയായിട്ട് തോന്നുന്നില്ല. ഇപ്പം ക്യാപ്റ്റൻസി പരാഗം കുഴപ്പമില്ലാന്ന് ഇപ്പോൾ ഓൾറെഡി പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ പ്രൂവ് ചെയ്താണ്. ഇപ്പോൾ അതിൻ്റെ ബാക്കി കൺഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻസി മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല. ബില്ല് ഇപ്പോൾ ചെന്നൈ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നോക്കില്ല, ലാസ്റ്റ് എങ്ങനെ ടീമാണ് ഇപ്പം രണ്ട് കളി തോറ്റു പോയിട്ടുണ്ട്. അപ്പം
ക്യാപ്റ്റൻസി മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല. ഫൈനലിസ്റ്റ് വരുന്നതൊക്കെ RCB യും RRും പഞ്ചാബും വരാൻ ചാൻസ്. പിന്നെ ഡൽഹി മേ ബി ഡിപ്പെൻഡ് പറയാൻ പറ്റില്ല. എല്ലാ വർഷവും ഇത് കളി നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ജയൻസ് ആയിട്ടുള്ള ചെന്നൈ ആണെങ്കിലും മുംബൈ ആണെങ്കിലും പോയിന്റ് ടേബിൾ ഇപ്പോൾ അവർ നല്ലൊരു പൊസിഷനിലല്ല. ഇതുപോലെ തന്നെ ഇവർക്ക് മുന്നുണ്ടായിട്ടുണ്ട്. അന്ന് അവർ മാറിയിട്ടുണ്ട്, ഒരു തവണ കപ്പ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ അത് ഡിപ്പെൻഡ്. ഇപ്പോൾ അത് അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ ഇപ്പം ചിലപ്പോൾ ഇപ്പോൾ RR ഈ വർഷമാണ്, മുമ്പത്തെ വർഷമാണ്, അതായത് 2005 അടുപ്പിച്ച് ജയിച്ചായിരുന്നു. നമ്മളവർക്ക് ഇവർ ഫൈനലിൽ സെമിയിൽ എത്തും. പക്ഷെ അവർ ആ സമയത്ത് 6 7 ഫിനിഷ് ചെയ്തത്. പക്ഷെ അത് പറയാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ കളി ഇപ്പോൾ 2 കളിയിലായുള്ളൂ. ഒരു 6-7 കളിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും. ഹായ് ബ്രോ. ഹലോ. IPL ഫോളോ ചെയ്യുന്നുണ്ടോ? ഏത് ടീമിന്റെ ഫാനാ? ചെന്നൈയുടെ ഫാനാണ്. ചെന്നൈ ഇപ്പൊ ടേബിളിൽ ഒരു ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. അത് മാറാൻ ചാൻസ് ഉണ്ടോ? ബോളിംഗ് ഇംപ്രൂവ് ആയ ചാൻസ് ഉണ്ട്. ശരിയാ. ലൈക്ക് ടൈറ്റ് ഇപ്പൊ നമ്മൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് 200+ ടോട്ടൽ വരുന്നുണ്ട്. പക്ഷെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ചെന്നൈക്ക്. ബോളേഴ്സ് എല്ലാം ഇഞ്ചേർഡ് ആണ്. റീപ്ലേസ്മെന്റ് ഇഞ്ചേർഡ് ആയി. ബോളിംഗ് കുറവാണ്. ലൈക്ക് ഇത് വരുന്നതിന് മുന്നേ തന്നെ ടീമിന്റെ ഒരു ടോട്ടാലിറ്റിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാംസൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചുറി ഇഷ്യൂ ഉണ്ടായിരുന്നു. ധോണിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഞ്ചുറി ഇഷ്യൂ ഉണ്ട്. ബ്രേവിസിന് ഇഞ്ചുറി ഇഷ്യൂ. ബ്രേവിസ് ഇപ്പോൾ നെക്സ്റ്റ് മാച്ചിൽ വരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവരവ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടീം ഇത്തിരി സെറ്റ് ആവും. കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. സാംസൺ സ്റ്റേ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, അതായത് ടോപ്പ് ഓർഡർ. അവരുടെ പെർഫോമൻസും കുറച്ച് വീക്കായിട്ടാണ് വരുന്നത്. അത് മാറ്റേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ടോപ്പ് ഓർഡറിനൊന്ന് തിരിച്ച് ഗൈക്വാഡിനെ കുറച്ച് ലോവറിലേക്ക് ഇറക്കിയിട്ട് ആയുഷ് മാത്രമേ സ്റ്റാർട്ടിംഗ് പുഷ് ചെയ്യാൻ കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ. ഇപ്പോൾ മാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും 14 കോടിക്ക് എടുത്തിട്ടുള്ളവരാണ്. അവരുടെ പെർഫോമൻസ് അത്ര ബെസ്റ്റ് ആണ് ആക്ച്വലി. പക്ഷേ സ്റ്റിൽ മാത്രമാണ് ഒരു പെർഫോമൻസ് സെക്കൻഡ് ലാസ്റ്റ് മാച്ചിൽ എന്തെങ്കിലും ഒന്ന് പുറത്ത് വന്നത് ചാൻസ് കാണുന്നത്. പൈസക്ക് കുറച്ച് ബോളേഴ്സിനെ വാങ്ങിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അത്രയ്ക്ക് പ്രൈസിന് വേണ്ടി ഉള്ളിലില്ല. ബോളേഴ്സിനെ വാങ്ങിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇപ്പോൾ ബാറ്റിംഗ് ഓർഡറിന്റെ കാര്യം പറഞ്ഞാലും സർഫറാസ് ഒരു വൈൽഡ് കാർഡായിട്ട് വന്ന് പുള്ളിക്കാരനാണ് ഇപ്പോൾ അടിച്ചൊന്ന് നിർത്തുന്നത്, ഒരു എവിടെയെങ്കിലും എത്തിക്കുന്നത്. പുള്ളിനെ ആദ്യ സമയത്ത് ഇവിടെ ഇറക്കണ്ട എന്നുള്ളൊരു ടോക്ക് വരെ ഉണ്ടായിരുന്നു ഫാൻസിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ എങ്ങനെ തന്നെ കാണുന്നത്? നല്ലോണം കളിക്കുന്നുണ്ട്, പവർ പ്ലേയിലേക്ക് അടിക്കാനുണ്ട്, ടോപ്പിലേക്ക് വെച്ച് നല്ലോണം കളിക്കും. സ്റ്റാർട്ടിങ് സാംസങ് വേഗം ഔട്ട് ആവുകയാണ്. സോ കുറച്ച് കൂടെ നിൽക്കുവാണെങ്കിൽ അടിച്ച് കുറച്ചുകൂടി നല്ല തോട്ടിലേക്ക് പോവാം. അതെ. എന്ത് ഫാക്ടർ ഇപ്പോൾ ചെന്നൈക്ക് ബോളേഴ്സ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ഫാക്ടർ നമുക്ക് ലൈക്ക് എക്സ്പെക്ട് ചെയ്ത ബാറ്റ്സ്മാൻസ് ഒന്നും അത്രയ്ക്കും കളിക്കുന്നില്ല. ഈവൻ സഞ്ജുവിന് പോലും ആ ഒരു റിക്വാർഡും ഇല്ല കളിക്കാനുള്ള. നല്ലൊരു സ്റ്റാർട്ട് പവർ പ്ലേ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി കളിക്കാൻ പറ്റിയേക്കും. താങ്ക്സ് ബ്രോ. ഹായ്. IPL ഫാനല്ലേ? ഫോളോ ചെയ്യുന്നുണ്ടോ നല്ലോണം? ഫോളോ ചെയ്യുന്നുണ്ട്. ഏത് ടീമിന്റെ ഫാനാണ്? CSKയുടെ ഫാനാണ്. CSKയുടെ കറന്റ് ഒരു അവസ്ഥ കുറച്ച് മോശമാണ്. എന്ത് ചെയ്യാൻ പറ്റും CSKക്ക്? അത് 2-3 കളിയെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ. അതെ, ലോങ് ടൂർണമെന്റ് ആണ്. അതെ. അത് തിരിച്ചു വരാൻ പറ്റാവുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2-3 കളി വന്നു കഴിഞ്ഞാൽ അവർ കോൺഫിഡൻസ് വരും. പിന്നെ ബോളർമാർ കുറച്ച് വീക്കാണ്. സ്റ്റിൽ നല്ല ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്. ഒരു കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ സഞ്ജു ടീമായിട്ടൊന്ന് സിങ്ക് ആവാനുള്ള ഒരു ടൈം എടുക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റെഡിയാവും. ഇപ്പോൾ കഴിഞ്ഞ മാച്ചുകൾ 2 കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഒരു ബേസിസിൽ ടോപ്പ് ഓർഡറിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഇല്ലാത്ത പോലെ ഉണ്ട്. അതിനെന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. അതാണ് ഈ ടോപ്പ് ഓർഡർ എന്ന് പറയുമ്പോൾ സഞ്ജുവും കേൾക്കും അതൊക്കെയാണ്. അതെ. അപ്പം അതിൽ സഞ്ജു ഫോം ആവുന്ന ഒരു കളിയിൽ സഞ്ജു പ്യുവർ മാച്ച് വിന്നറാണ്. ഒരൊറ്റ കളിയിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലെയർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ദിവസം കളി മാറും. അതെ. ഇപ്പോൾ വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ഒരാളുണ്ട്, സർഫ്രാസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആളുടെ പെർഫോമൻസ് അറിയുന്നവർക്ക് കുറച്ചെങ്കിലും അറിയാം ആൾ എന്താണെന്നുള്ളത്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല സാർ. കാരണം ടെസ്റ്റ് കളിക്കുന്ന ഒരു ഫോർമാറ്റിലല്ല സർഫ്രാസ് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത്. പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഇതിന് തൊട്ട് മുന്നത്തെ കളിയിൽ 1-2 എഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ കഴിഞ്ഞ കളിയിൽ ആൾ ഡോമിനേറ്റ് ചെയ്ത് തന്നെ കളിച്ചത്. നല്ലൊരു പിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നാമത് ചെന്നൈ ഫോം ഔട്ടായിട്ടുള്ള പ്ലെയേഴ്സിനെ എപ്പോൾ ചെന്നൈയിൽ വന്നാലും സാധാരണ രീതിക്ക് ഒരു ഫോം ആവണതാണ്. അപ്പോൾ ഒരു ക്യാപ്റ്റനെ മാത്രം നമുക്ക് ഫുൾ ടൈം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ടീമിൻ്റെ കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഓരോ പ്ലെയർക്കെതിരെ ഇവർക്ക് സ്ട്രാറ്റജീസ് ഉണ്ടാവും. അതായിരിക്കും ആൾ ചെയ്യുന്നത്. അതൊരു ദിവസം വിജയിക്കുന്ന സമയത്ത് എന്താ പരാഗ് പറഞ്ഞ പോലെ അന്നത് ക്യാപ്റ്റൻസിയുടെ മികവ്, അല്ലാത്ത ദിവസം അത് ബ്ലെയിം ആവും. ശരിയാണ്. ഇപ്പോൾ ബോളിംഗ് ഓർഡർ എടുക്കുകയാണെങ്കിൽ പോലും ലൈക്ക് ഒരു വേരിയേഷൻ കൊടുത്ത് ഇല്ലെങ്കിൽ കുറച്ചൊന്ന് സിറ്റുവേഷൻ ഒന്ന് അണ്ടർ കൺട്രോൾ ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് കാണുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ മാച്ചിലാണെന്നെങ്കിൽ പോലും ലാസ്റ്റ് ഒരു ഓവർ കൊടുത്തതിന് ശേഷം പിന്നെയും കൊടുത്തത് നൂറിനായിരുന്നു ഒരു ഓവർ കൊടുത്തത്. അതിൽ പിന്നെയും പാളിപ്പോയി. ഇങ്ങനെയുള്ള ചില ടാക്ടിക്കൽ ഡിസിഷൻസ് വരുന്ന പോലെ ഉണ്ട്. അത് സ്റ്റിൽ ഓരോ പ്ലെയർക്കെതിരെയും ഇവർക്ക് എന്തായാലും സ്ട്രാറ്റജീസ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഓൺ ഫീൽഡിൽ ക്യാപ്റ്റൻ്റെ ഡിസിഷൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റിൽ 2-3 കളി കഴിഞ്ഞിട്ടുള്ളൂ.
ഒരു കമ്പാരിറ്റീവ്ലി യങ് ആയിട്ടുള്ള ക്യാപ്റ്റനാണ്. ഫുള്ളായിട്ട് നമുക്ക് ഒരാളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ബോളിംഗ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം നൂറിനെ പോലെ നൂറിനെ എതിരായിട്ട് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഫാൻ പോസ്റ്റ് ആണെങ്കിലും എല്ലാം വരുന്നുണ്ട്. ആളും പുറത്തിരുത്തിയിട്ട് വേറൊരു പ്ലെയറിനെ എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? ഒരു 3 കളി കൊണ്ട് നമ്മളൊരു ഒരു പ്ലെയറെ കോൺഫിഡൻസിനെ അങ്ങനെ കളയരുതാണ്. അങ്ങനെയാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം ഒന്നാമത് IPL ഒക്കെ ഫ്ലാറ്റ് ട്രാക്സ് ആണ് കൂടുതലും. ബോളർമാർക്ക് പ്രത്യേകിച്ച് വലിയ ഒന്നും ചെയ്യാനായിട്ടൊന്നും ഉണ്ടാവില്ല. സ്റ്റിൽ ഒരു 2-3 കളിയും കൂടെ ചാൻസ് കൊടുക്കുക. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം പ്ലെയറുടെ. ടീം മാക്സിമം പ്ലേയേഴ്സിനെ ബാക്കപ്പ് ചെയ്യുമ്പോൾ അവരവരെ സ്ട്രെങ്ത് കാണിക്കും. അങ്ങനെയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഇപ്പോൾ ചെന്നൈയുടെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ലൈക്ക് 2 കളി ആയിട്ടുള്ളൂ, ഒന്ന് ഡിസൈഡർ ഒന്നും ആയിട്ടില്ല. സ്റ്റിൽ ഇതുപോലെ മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് കപ്പിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ തന്നെ ഒരു തിരിച്ചുവരവായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഈ പ്രാവശ്യം കപ്പടിക്കുന്ന അത്രയും വലിയ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ സഞ്ജുവൊക്കെ നന്നായിട്ട് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സെമി വരെയെങ്കിലും കളിക്കണം. അത്രയെങ്കിലും പെർഫോമൻസ് ഇല്ലാതെ ചെന്നൈയുടെ പോലത്തെ ഒരു ടീം പുറത്താവുന്ന പറഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമാണ്. IPL ഫാനാണോ? ഏത് ടീമിൻ്റെ ഫാനാണ് ഇപ്പോൾ? MIയുടെ ഫാനാണ്. MI ഇപ്പോൾ കറന്റ്ലി കുറച്ച് മോശം പെർഫോമൻസിലാണോ? ആദ്യത്തെ കളി നന്നായിട്ട് കളിച്ച്, എന്നിട്ട് ഇപ്പം മോശമാണ്. പോയിന്റ് ടേബിൾ ആണെങ്കിലും 6th പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലൈക്ക് ലാസ്റ്റ് മാച്ച് നടന്ന സമയത്ത് രോഹിത്തിന്റെ ഒരു പെർഫോമൻസ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഔട്ടായി പോയി. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ കളി രോഹിത് ഇച്ചിരി കൂടെ കളിച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ടോട്ടലിൻ്റെ ലൈൻ നോക്കുകയാണെങ്കിലും മുംബൈ നല്ലോണം ടോട്ടൽ എടുക്കുന്നുണ്ട്. സ്റ്റിൽ കളിക്കാനൊരു ഇപ്പോൾ 170, 160 ആ ഒരു ടോട്ടലാണെങ്കിൽ പോലും അത് മുംബൈയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ടോട്ടലാണ്. സ്റ്റിൽ സംഭവം അതെന്തായിരിക്കും? ബുമ്മറയ്ക്കുള്ളൂ ബോളിംഗിൽ. വേറെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ നമ്മുടെ കയ്യിൽ സാൻഡർ ഉണ്ട്. ഇപ്പോൾ ഹാർദിക് ആണെന്നുണ്ടെങ്കിലും ലൈക്ക് പ്രൂവൺ ആണ് ആള്. അത് ടൈറ്റ് ഓവേഴ്സ് കൊടുത്താലും പുള്ളി അത് എറിഞ്ഞ് കളിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഫോമിലേക്ക് എത്തിയിട്ടില്ലാത്തതാണോ പ്രശ്നം എന്നാണ് കളിയുടെ ഡീപ്പിലേക്കൊക്കെ എത്തുമ്പോൾ. കാരണം മുംബൈയൊക്കെ കളി ഡീപ്പിലേക്ക് എത്തുമ്പോഴാണ് അതൊക്കെ ചെയ്യാറ്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇപ്പോഴും. ടീം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണ രോഹിത്തിലും, പിന്നെ ഡിക്കോക്ക് ഉണ്ട്, പിന്നെ പല സൂര്യകുമാർ ഉണ്ട്. പക്ഷെ ചിലർ എക്സ്പെക്ടേഷൻസിൽ നിൽക്കണം. അതെ, ഇവനിപ്പോൾ തിലകിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും തിലകിനൊക്കെ ലൈക്ക് വേൾഡ് കപ്പ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പക്ഷേ IPL വരുമ്പോൾ ഡ്രോപ്പ് ആവും പോകുന്നില്ല. സൂര്യയുടെ കാര്യത്തിലാണെങ്കിൽ തിരിച്ചായി പോയി. സൂര്യ ലാസ്റ്റ് മാച്ചിലൊക്കെ പുള്ളി ഇച്ചിരി കളിച്ചെത്തി. അതിന് മുന്നേ 50 അടുത്തൊക്കെ എത്തിയിരുന്നു, 50 എടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയേഷൻസ് വരുമ്പോൾ ഒരു ഫുട്ടിംഗ് ഇല്ലാത്ത പോലെ തോന്നുന്നു ടീമിന്. പ്രോപ്പറായിട്ട് ഒരു ബിൽഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഉണ്ടോ? ചില സമയത്ത് പെട്ടെന്ന് ഔട്ടായി പോകും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ടീമിന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തവണ കപ്പിന്റെ കാര്യം എന്തായിരിക്കും? മുംബൈനെ അടിക്കും. അപ്പോൾ 6ാമത്തെ കപ്പ് ഫുൾ ടീം സെറ്റാണ്. ഇന്ത്യൻ ടീം പകുതിയില്ലേ? അതെ, ശരി, താങ്ക്സ് ബ്രോ.